الرحمن الرحيم الحمد لله رب العالمين. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുമ്പ് ഞാനോ അല്ലെങ്കിൽ എൻ്റെ തലമുറയോ അല്ലെങ്കിൽ എൻ്റെ പിൻഗാമികളോ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, ഗിവ് മീ ആൻ എക്സാമ്പിൾ ഓഫ് യുവർ ലീഡർഷിപ്പ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. ജീവിതത്തിൽ ഒരു സ്കൂൾ ലീഡർ പോലും ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 ആൾക്ക് ഒരു ലീഡർ പോലും ആയിട്ടില്ലെങ്കിൽ ആ പണിക്ക് പോകരുത്, അത് എഴുതി വെക്കരുത്. അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഇപ്പൊ ആൾക്കാർ ആകെ നോക്കുക. അതിലെന്താ കാരണം? നിങ്ങൾ ഇപ്പൊ അടുത്തൊരു പത്രവാർത്ത ഉണ്ടായിരുന്നു, AI ടൂളുകളെ വെച്ചിട്ട് കമ്പനികൾ എങ്ങനെ കബളിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം ഈ കീവേഡൊക്കെ മാച്ച് ചെയ്തിട്ട് ഒരു CV ഉണ്ടാക്കാൻ പറ്റും. അപ്പം സ്ക്രീനിങ്ങിൽ ഇത് കടന്നു പോകും, നമ്മളതിലേക്ക് വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഓരോന്നൊക്കെ എഴുതി വെച്ചാൽ പെട്ടെന്ന് കാണുമ്പോൾ ഇയാൾ നല്ല കാൻഡിഡേറ്റ് ആവും. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കിട്ടിയില്ലെങ്കിൽ അവിടെ നമ്മളെ ഓതന്റിസിറ്റിയുടെ പ്രശ്നം വരും, ജെനുവിനിറ്റിയുടെ പ്രശ്നമൊക്കെ വരും. അപ്പം നിങ്ങളെപ്പോഴും സ്കില്ലുകളൊക്കെ എഴുതുമ്പോൾ ഉറപ്പാക്കുക നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അറിയാത്തത് എഴുതി വെക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആയാലും ഉണ്ടാക്കുക. എന്താണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്, എന്താണ് ലീഡർഷിപ്പ്, എന്താണ് കൊളാബറേഷൻ, എന്താണ് പ്രോബ്ലം സോൾവിങ്, അനലിറ്റിക്കൽ സ്കിൽ എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊക്കെ ഇന്ന് ChatGPTയോ ജെമിനായോ അല്ലെങ്കിൽ പിന്നെ എലോൺ മസ്കിൻ്റെ ഗ്രോക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സ്കില്ലുകൾ ചെയ്യുക. ഇനി നമുക്ക് ഈ സ്കില്ല് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനൊരു സ്കില്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻട്രാപ്രൂണർഷിപ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇൻട്രാപ്രൂണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു തൊഴിലാളിയല്ല, ഒരു കമ്പനിയുടെ ഒരു ജോലിക്കാരൻ. അപ്പോൾ നമുക്ക് നമ്മളെ കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് മുകളിലുള്ള ആൾ നമ്മളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്യാം. ആ ടാസ്കൊക്കെ നമുക്ക് ഉണ്ടാവും, പിന്നെ ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ. കാലത്ത് ചെല്ലുന്നു, ഇത്ര മണി വരെ ജോലി, രാത്രി കാലത്ത് എപ്പോഴാ വെച്ചാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. നമുക്ക് എല്ലാ മാസം സമയത്തിന് ശമ്പളം വരണം, പിന്നെ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കിട്ടണം. അപ്പോൾ ഒരു തൊഴിലാളിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ ഏൽപ്പിച്ച പണി ചെയ്യുക, പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് കിട്ടാനുള്ളത് കിട്ടുക. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ ആ അർത്ഥത്തിൽ പ്രൊഫഷണലി വേറെ ഒന്നും നമ്മളെ ചിന്തയിലില്ല. പക്ഷെ ആ മുതലാളിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? ആ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരാൾ, അത് റൺ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? നമ്മളൊരാൾ ഒരു സ്ഥലത്ത് ജോലിക്ക് വരുമ്പോൾ 1 മാസത്തെ കോൺട്രാക്റ്റ് അല്ലല്ലോ, ചിലപ്പോൾ 2 വർഷമായിരിക്കും.